എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാൻ പിന്നെ ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാം. നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഫ്രൂട്ട്സ് ഐറ്റംസ് വെച്ചിട്ടുള്ള ഫുഡായിരിക്കും കഴിക്കുന്നത്. രാവിലെ ഒരു ഫ്രൂട്ട്, ഉച്ചക്കൊരു ഫ്രൂട്ട്, വൈകിട്ട് ഒരു ഫ്രൂട്ട്, രാത്രി ഒരു ഫ്രൂട്ട്. ആദ്യം നമ്മൾ നാവ് അടിക്കണം. ഫ്രൂട്ട് എന്ന് പറയാൻ ഞാൻ 4 മടിച്ചാൽ പലയാളും തയ്ച്ച് വന്നിരിക്കുന്നത്. ഞാൻ റെഡി ആയിട്ടെല്ലാം വന്നിരിക്കുന്നത്. ഇത്രയും സമയം നല്ല മഴയേനു, ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ അപ്പുറം പണിയെടുക്കുന്നതുകൊണ്ട് പുറത്ത് വേറെ കുറേ സൗണ്ട് നിങ്ങൾ കേൾക്കും, സോറി. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാനാണ് കഴിക്കാനുള്ളത്. അപ്പം നമ്മൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അമ്മ എൻ്റെ സാധനം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കാണാം. നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് പഴത്തിൻ്റെ അടയാണ്. അതിന് വേണ്ടിയിട്ട് അമ്മ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പഴം വേണം. നമുക്ക് പഴത്തിൻ്റെ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴം അതിനൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇവർക്കുള്ള ചമ്മന്തി അട, പിന്നെ തേങ്ങ. അതിന് നമുക്ക് ഇത് അരച്ചു വെച്ച അരിയല്ല അമ്മ, ഈ അരി അരച്ച് വെച്ചത് ഇലയിലിട്ട് പരത്താം. പഞ്ചസാര വേണം പോലും. ഇപ്പൊ പഞ്ചസാര ഇടാം, കുറച്ച് പഞ്ചസാര ഇടാം. എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ല, എന്നാലും ഇതിന്റെ കൂടെ മിക്സ് ചെയ്യണമല്ലോ. തേങ്ങയിലേക്ക് ഇടണ്ട. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡൊന്നുമില്ല, അതുകൊണ്ട് എന്നെ കാണൂല വീഡിയോ എടുക്കുമ്പോൾ. ഓക്കെ, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. അടിയൊന്നും ഉണ്ടാക്കാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ. തേങ്ങ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. പഴം നമുക്ക് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി പഴം മുറിച്ചിടാം. പഴം, തേങ്ങ, പഞ്ചസാര എല്ലാം കൂടെ നല്ല മധുരമായിരിക്കുക. ഇതിലും കുഞ്ഞു പീസാക്കി കൂടെ നമ്മ സാറില്ല. അപ്പം നമുക്കിങ്ങനെ മുറിച്ചിടാം. ഇങ്ങനെ ആദ്യം നമ്മ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ കഴിയും. നമുക്കിത് കൊയക്കാം. നിങ്ങളുടെ നാട്ടിലെന്ന് പറയും കൊയ്ക്കാന്ന് തന്നെ ആയിരിക്കും എല്ലാവരുടെയും പറയാം. മിക്സ് ചെയ്യാൻ പിന്നെ ഇംഗ്ലീഷ് പറയുന്നില്ല, നമ്മളിവിടെ കൊയ്ക്കാന്ന് തന്നെ പറയുക. ഇപ്പം നമ്മൾ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 ആക്കുന്നുണ്ടാ? ഇപ്പം 2 അടി ആക്കുന്നുണ്ട്. അപ്പം ആദ്യത്തെ അട നമുക്ക് സെറ്റാക്കാം. വേഗം ഫാസ്റ്റ്. വിശക്കുന്ന സമയം 10 മണി കഴിഞ്ഞ്. ഞാൻ ഒന്നും തിന്നിട്ടില്ലാണ് എണീക്കുമ്പോഴത്തേക്ക് 9 മണിയായി. അപ്പം നമ്മൾ അട വരുത്തിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. ഞാൻ ഇതുവരെ തിന്നിട്ടില്ല പഴവും തേങ്ങ. ഞാൻ സാധാരണ മധുരമുള്ള അടിയെ തിന്നില്ല. എന്തായാലും ചലഞ്ച് പോലെ നടക്കട്ടെ. അപ്പൊ 1ാമത്തെ അടയുടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി 2ാമത്തെ അട സെറ്റായിട്ട് കാണാം. അപ്പോൾ അമ്മ ഇഡ്ഡലിന്റെ തട്ടെല്ലാം കാത്തി വെച്ചു, വെള്ളം വെച്ചു. അടിയിൽ വെള്ളം. നിങ്ങളെ വീട്ടിലെ അടയെല്ലാം ഏത് പാത്രത്തിൽ ഉണ്ടാക്കുന്നത് കമന്റ് ചെയ്യണേ. നമ്മൾ ഇഡ്ഡലി തട്ടിലാണ് വെക്കുക. അപ്പൊ ഇഡ്ഡലി തട്ട് വെച്ച് ഇനി നമ്മളെ 2 അടകളും വെക്കാം. വെക്ക്. 1ാമത്തെ അട വെച്ചിട്ടുണ്ട്. ഈ 2 അട ഒന്നും ഞാൻ തിന്നൂല, ഞാനൊരടയെ തിന്നു. 1 തിന്നുമായിരിക്കും. നമ്മളെ 2 അടിയും വെച്ചിട്ടുണ്ട്. ഉറുമ്പ് ഇപ്പൊ സെറ്റ്. ഇപ്പൊ ഇനി ഇഡ്ഡലി ഇല്ലല്ലോ, അടയായിട്ട് കാണാം. ബൈ. അപ്പൊ ഇഡ്ഡലി തട്ടുന്ന ആവി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മറിച്ചിടാം.
മറിച്ചിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ചായ റെഡി ആവുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ഞാൻ വർത്താനം പറയുമ്പോൾ മഴേൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും. എന്തെല്ലാം പറയുന്നല്ലേ. ഇപ്പൊ പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇങ്ങക്ക് കേൾക്കൂല. ഇപ്പൊ കേട്ടില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇത്ര ഒച്ചത്തിൽ സംസാരിക്കാം. ഇപ്പൊ മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് തരാം. അപ്പൊ നമ്മളെ അട, പഴത്തിന്റെ അട, പഴയട എന്ന് പറയാൻ കഴിയില്ലല്ലേ. അപ്പൊ നമ്മളെ അട റെഡിയാവും. ഇപ്പൊ റെഡിയാവും. അപ്പൊ നമ്മള് പാത്രങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറക്കാം വേഗം. നല്ല ആവിയെല്ലാം വന്നിട്ടുണ്ട്. നല്ല ആവി. ഇവിടെ ആവിയൊന്നും ഇല്ലല്ലേ, ഒറ്റ ആവിയല്ലേ ഉള്ളൂ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ അട സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. മുറിക്ക്. നമ്മളിവിടെ അടയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക, എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കഴിക്കാം. ഓക്കെ. നമ്മൾ അട കംപ്ലീറ്റ് ആക്കി. ഹലോ. അപ്പോൾ ഉച്ചയായി. ഇനി നമുക്ക് ഉച്ചക്ക് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൽ ഉച്ചക്ക് ഇപ്പോൾ കഴിക്കാൻ പറ്റിയ സാധനം, അതും ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുമ്പം ആസ് യൂഷ്വൽ എല്ലാവരും കേട്ടൊരു സാധനം തന്നെയായിരിക്കും മാംഗോ സ്റ്റിക്കി റൈസ്. ഞാൻ കുറേ വിചാരിക്കുന്നു ഇത് ഉണ്ടാക്കണമെന്ന്. പക്ഷെങ്കിൽ ഞാൻ കണ്ട റെസിപ്പീസ് എല്ലാം കുറച്ചും കൂടെ ക്രീം അങ്ങനെയെല്ലാം യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നാവട്ടെ എന്ന് വെച്ച് മാറ്റി വെച്ചു. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വ്ളോഗിൽ യൂട്യൂബിൽ തന്നെ ഒരു സിമ്പിൾ റെസിപ്പി കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, ഒരു സാധനം ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ആ സാധനം ഇവിടെ ഉണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു. കാരണം ഇനി മെയിനായിട്ട് വേണ്ടതാണ് അരി. മാംഗോ സ്റ്റിക്കി റൈസിലെ റൈസ്, അത് തായ് ജാസ്മിൻ റൈസ് അല്ലെങ്കിൽ ബസ്മതി റൈസ് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ബസ്മതി റൈസ് ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ബസ്മതി റൈസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് റൈസ് വെച്ചുണ്ടാക്കുന്നു? പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ ഒന്നും അറിയില്ല. സാധനം എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പച്ചരി വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കമോൺ. അപ്പോൾ നമ്മൾ ആ റെസിപ്പിയിൽ പിന്നെ ബസ്മതി റൈസ് വെള്ളത്തിൽ പൊതിർത്തിട്ടാണുള്ളത്. ഇതിൽ പച്ചരി വെള്ളത്തിൽ പൊതിർത്ത്. പച്ചരി ബസ്മതി റൈസും തമ്മിൽ ആനയും അണ്ണാനും പോലെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും നമ്മൾ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാം. കാരണം ഇപ്പോൾ ചലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു പീടികയിൽ പോയിട്ട് വാങ്ങാന്ന്. പക്ഷേങ്കിൽ നല്ല മഴ അതുകൊണ്ട് പീടികയിലൊന്നും പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. അപ്പം എനിക്ക് ഇന്ന് തന്നെ ഈ ചലഞ്ച് എടുക്കണം. കാരണം എനിക്ക് ആകെ ലീവുള്ളത് ഒരു ദിവസമാണ്. ബാക്കി എല്ലാ ദിവസവും കോളേജിൽ പോകണം. അതുകൊണ്ട് ഇത് എടുക്കാനുള്ളൊരു ടൈമില്ല. അപ്പം നമുക്കിത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ അമ്മ പച്ചരി വെള്ളത്തിലിട്ടതുണ്ട്. കാണിച്ചെടുത്ത് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നിങ്ങളതിൽ പാത്രത്തിലിട്ടിട്ട് വേവിച്ചാലും മതി. അപ്പം നമ്മൾ ഇന്ന് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇതൊന്ന് വെന്ത് ഒരു പരിവാവണം, ഒരു സ്റ്റിക്കി പോലെ ഒട്ടി നിൽക്കുന്ന ഒരു പരിവാവണം. അത്ര വിസിൽ വേണം. അപ്പം അന്നേരം വിസിലൊന്നും വേണ്ട. അത്ര വിസിൽ വേണം? 2 വിസിൽ വേണം പോലും. ഇപ്പം 2 വിസിൽ വേണമെന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഈ എക്സ്പെരിമെൻറ്റ് സക്സസ് ആവോ ഇല്ലയോ എന്നറിയില്ല. ഇങ്ങനെ ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ ഇതിലളവ് പറഞ്ഞില്ലേ വെള്ളം, ഇൻഡെക്സ് ഫിംഗറിൻ്റെ അത്ര പാത്രത്തിൽ വെള്ളത്തിൻ്റെ അളവ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ. ഒഴുക്കി കുറച്ചും കൂടെ വരെ വേണം ഒഴിച്ചു.
അപ്പൊ നമുക്ക് അടുപ്പത്ത് അരി വേവിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ ക്ലോസ് ചെയ്തു. തേങ്ങാപ്പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നാം പാല് കുക്കറിലെ വിസിലും വന്നിട്ടുണ്ട്. ഈ സംഭവം എന്തായാലും സക്സസ് ആവില്ല, കാരണം കറണ്ട് പോയി. ഉറപ്പായി ഇതൊരു നല്ല ലക്ഷണമല്ല. കാരണം ഞാൻ നേരെ ആലോചിച്ച് പച്ചരിയിലൊന്നും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ അമ്മ പറഞ്ഞോണ്ടാണ് പച്ചരിയിലാക്കുന്നത്. ഇപ്പൊ കറണ്ട് പോയി. ഇപ്പൊ നമുക്ക് സൂചന കാണിച്ചു തന്നതാ. വെറുതെ തേങ്ങാപ്പാല് കുടിക്കുന്ന പോലെയാ. അപ്പൊ നമ്മൾ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മള് തുടങ്ങിയ സ്ഥിതിക്ക് ഇതിന്റെ അറ്റം കാണാണ്ട് നിർത്താൻ പാടില്ലല്ലോ. കറണ്ട് വന്ന് രണ്ടാം പാലും എടുത്ത്. പക്ഷേ എങ്കില് നമുക്ക് നോക്കാം സക്സസ് ആവോ ഇല്ലയോന്ന്. എനിക്കിപ്പോ ഇത്തിരി കഷ്ടപ്പെട്ടാക്കിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഒന്നാം പാല് നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാം പാൽ എടുക്കാം. ഇപ്പൊ രണ്ടാം പാൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാം പാലല്ലേ ഒഴിക്കണ്ടേ? രണ്ടാം പാലാണ് നമ്മൾ റൈസിന്റെ കൂടെ ഒഴിക്കേണ്ടത്. രണ്ടാം പാൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നാം പാല്, ഇത് രണ്ടാം പാൽ. മാംഗോ സ്റ്റിക്കി റൈസിന്റെ മാംഗോ എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. അഥവാ ഈ റൈസ് പാളിയാലും മാംഗോ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാന്നുള്ള ഒരു ധൈര്യത്തില്. കാരണം നമ്മൾ മാംഗോയിൽ മുറിച്ച് ജ്യൂസ് ആക്കിയിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. മാംഗോ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ വെക്കുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് റൈസ് പാളിയാലും നമുക്ക് മാംഗോ എങ്കിലും കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് സെറ്റാക്കാം. അതിലെന്ത് വെറൈറ്റി അല്ലുള്ള എനിക്കറിയില്ല. എന്തായാലും എക്സ്പെരിമെന്റ് അല്ലേ. അപ്പൊ നമ്മള് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കർ ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇത് ചോറ് പോലെ തന്നെയല്ലേ ഉള്ളത്. ഓ ഗൈസ്, ഇത് നമുക്ക് തോന്നുന്നില്ല രസം ഉണ്ടാവും. നമുക്ക് തോന്നുന്നില്ല ഇത് രസമൊന്നും ഉണ്ടാവും. ഇത് കാണുന്നില്ല. ബസ്മതി റൈസ് എന്ന് പറയുമ്പോ നേരെയല്ലേ. ഇത് നോക്ക്, ഇതെന്തെന്ന് ചക്ക പുളുക്ക പോലെ ഉണ്ട്. അമ്മേ അപ്പൊ റൈസ് അത് പിന്നെ എല്ലാ അരിയും വേപ്പിച്ച പിന്നെ ഒട്ടൂലേ. കാണാൻ രസമുണ്ട്. ഇനി തിന്നാൻ രസം ഉണ്ടാവും അറിയില്ല. ഇനി നമുക്ക് രണ്ടാം പാല് ഇല ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇതാക്കി റെഡിയാക്കി എടുക്കണം. അപ്പൊ രണ്ടാം പാല് ഫുൾ ഒഴിക്കട്ടെ. രണ്ടാം പാല് ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കുറച്ച്. ഇപ്പൊ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അളക്കാം. നമുക്ക് ഇതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒഴിക്കൂ. കുറച്ച് മതി. നമുക്കൊരു മധുരത്തിന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് കഴിക്കുന്നത്. നമുക്കിത് സെറ്റായിട്ട് വേണം ഒന്നാം പാലും കോൺഫ്ലവറും പഞ്ചസാര ഇട്ട് റെഡിയാക്കാൻ. ഒന്നാം പാല് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ കുറച്ച് ഇടണം. കോൺഫ്ലവറും പഞ്ചസാരയും. അപ്പൊ കോൺഫ്ലവറും പാലും മിക്സ് ആവുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. മതി. അപ്പൊ നമ്മളെ റൈസ് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. അതിനാദ്യം പീൽ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് കാണാം. നമ്മളെ ഈ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ക്രീമാ എന്തോ പേരുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് മറന്നുപോയി. മറ്റേ ഈ ഒന്നാം പാലും കോൺഫ്ലവറും പഞ്ചസാര ഇട്ട സാധനം ഇല്ലേ, ഇത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ വേണ്ടിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നല്ല സാധനം കേട്ടോ. അപ്പോൾ നമ്മളെ മാംഗോ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റിക്കി റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. കാണാനെല്ലാം നല്ല ലുക്ക് ഉണ്ടേ. ഇനി കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ സോസ് ഇതിൻ്റെ മേലെ കൂടെ ഒഴിക്കാം. ഈ മാങ്ങ മേലെ കൂടെ മതി. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിക്കാം. നമുക്ക്
ടേസ്റ്റ് ചെയ്യാം. അരി തിന്നുന്ന പോലെ തോന്നില്ല, നല്ലുണ്ട്. നമ്മള് ചോറ് ഇങ്ങനെ തിന്നുന്ന പോലെ തോന്നില്ല ഈ സോസ് എല്ലാം കൂട്ടി തിന്നുമ്പോ. അപ്പൊ മറ്റേ അരി വെച്ചിട്ടാകുമ്പോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി മോശം പറയാനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് പാൽപായസത്തിന് മറ്റേ ഉണ്ട സാധനമില്ലേ, അതുപോലെ ഉണ്ട്. എന്താ വെച്ചത് നോക്ക്. സാബുനരി പോലെ ഉണ്ട്. ആ നല്ലില്ലേ, നല്ല കണ്ട സക്സസ്. ഈ സോസ് ഈ മാങ്ങയും കൂട്ടി തിന്നുമ്പോ മനസ്സിലാവുന്നില്ല ഈ പച്ചരിന്റെ ടേസ്റ്റ്. സാധാരണ എനിക്ക് പച്ചരി ഇഷ്ടമല്ല, പക്ഷെ ഇത് നല്ലുണ്ട്. ഇപ്പൊ വീട്ടില് ബസ്മതി റൈസ് ഇല്ലാത്ത ആൾക്കാർ പച്ചരി ഉണ്ടാക്കി വെക്കും. നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഹലോ, അപ്പൊ വൈറ്റ് ആയിട്ടുണ്ട്, നല്ല മഴ. അതുകൊണ്ട് കറണ്ട് ഇല്ല. കറണ്ട് ഉച്ചക്ക് നമ്മള് മാംഗോ സ്റ്റിക്കി റൈസ് ആക്കുമ്പോൾ കറണ്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഫുഡെല്ലാം പിന്നെ തിരിച്ചു വന്ന് പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെയും കറണ്ട് പോയി. ഇത്രയും സമയമായിട്ടും കറണ്ട് വന്നിട്ടില്ല. മഴ കുറവുണ്ട്, ചെറുങ്ങനെ പെയ്യുന്നേ ഉള്ളൂ. പക്ഷേ കറണ്ട് ഇല്ല. അതുകൊണ്ട് ചാർജും ഇല്ല ഫോണിൽ. ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് ജ്യൂസും പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ട് പറഞ്ഞും കഴിക്കാമെന്ന് വിചാരിച്ച. അപ്പം ജ്യൂസ് ആക്കണ്ടിക്കൽ നമുക്ക് കറണ്ട് വേണമല്ലോ മിക്സി പ്രവർത്തിക്കാൻ. അപ്പോൾ മിക്സി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓറഞ്ച് ഉണ്ട്, അപ്പം നമുക്ക് ഓറഞ്ച് സ്ക്വീസ് ചെയ്തിട്ട് ജ്യൂസ് ആക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വേറെ എന്താ ഫ്രൂട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അത് കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അടുക്കളയിലെത്തിയാൽ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഫോണിൽ ചാർജ് തീരുന്നതിന് മുന്നേ വൈകിട്ടത്തെ എടുത്ത് തീർക്കണം. രാത്രി ആകുമ്പോഴത്തേക്ക് കറണ്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. കമോൺ. അപ്പം നമുക്ക് നാരങ്ങ യൂസ് ചെയ്തിട്ട് ജ്യൂസ് കിട്ടുമോ നോക്കാം. ജ്യൂസ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഈ ഐഡിയ ഫ്ലോപ്പ്. നമുക്ക് നോക്കാം. ഇത് വെറും നാരങ്ങയല്ല, സിട്രസ് നാരങ്ങയാണെന്നാണ് മാതാശ്രീ പറയുന്നത്. ഇതാ നമുക്ക് ഇത് തൊലൊളിച്ചോ, പീൽ ഓഫ് ചെയ്യൂ. അതിൻ്റെ ഇത് പോ നോക്ക്, അതിൻ്റെ ഉള്ളിലെ ആസിഡ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ് അല്ലേ. ഓരോ ഇതാക്കി എടുക്ക്. ഓരോ ചൊള നമ്മളിവിടെ ചൊള എന്നല്ല പറയാ. ഓരോ ചൊള നാരങ്ങ അതിൽ എടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞ് നോക്കാം. ചൊള എന്ന് പറയുന്നത് ഈ പീസിനെയാണ്, ഓരോ പീസ് നാരങ്ങൻ്റെ അല്ലേ. ചിലവരങ്ങനെ പറയില്ലായിരിക്കും. ഓരോ നാട്ടിലുള്ള ഓരോ വേർഡ് അല്ലേ, ഓരോ നാട്ടിൽ ഓരോ രീതിയിലല്ലേ പറയാം. ഒരു ഇങ്ങനെ കുത്തുന്ന സാധനം എടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അമ്മ കൈയുണ്ടാ? ഓക്കെ. അമ്മ പറയുന്നത് ചോപ്പറിലാ റെഡി ആവാന്ന്. അമ്മ പറയുന്നത് ചോപ്പറിലേ ആവുന്ന്. ചോപ്പർ ചെയ്ത് നമ്മള് വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ചോപ്പറാണ്. അപ്പൊ നമുക്ക് അതിൽ ചെയ്ത് എല്ലാവരും എക്സ്പെരിമെന്റ് ആണല്ലോ. നോക്കാം മതി. ചോപ്പറിലാവും. നോക്കാം കൊറേ സമയം പറയുന്നു. ചോപ്പറെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി കുറച്ച് ജ്യൂസ് വന്നിട്ടുണ്ട്. ഇതാ കഴിക്കുന്നതിന് മുന്നേ ഇതടിക്കാം.
ഇത് നാനങ്ങും തരില്ല. ചോപ്പർ ഐഡിയ ഫ്ലോപ്പ് ആയിനെ. ശരിക്കും വന്നിട്ടില്ല പൂജ, ശരിക്കായില്ല. ഇട് ശരിക്കും ഇടാത്തതിന്റെ കുഴപ്പമെന്നാ പറഞ്ഞ. എന്നാ ഇട്, നിങ്ങളല്ലേ ഇതിന്റെ എക്സ്പേർട്ട്. വാങ്ങിക്കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയുന്ന കാര്യമുള്ളൂ. സ്വാമി അടുക്കളയെന്നാണ്. അനങ്ങുന്നില്ലാലോ, അനങ്ങുന്നില്ല. അവിടെ ഞാൻ കാണിക്കട്ടെ. അനങ്ങുന്നില്ല. അല്ലെ ഞാൻ മലയാളത്തിൽ പറഞ്ഞാവൂല. ആ എടുത്തോ കഴിഞ്ഞിനി. നമുക്കിത് കൈ കൊണ്ട് തന്നെ ഞെക്കി പിന്നെ കുടിക്കാം. ഓക്കെ ഓക്കെ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ. ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്ത് ഇത്ര കുറച്ചേ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലേനു. നമ്മള് സാധാരണ പഞ്ചസാരയാണ്. നമ്മള് സാധാരണ ജ്യൂസ് അടിക്കുമ്പോ കൊറേ കിട്ടുമല്ലോ, അതുകൊണ്ട് ബാക്കിയുള്ള നാരങ്ങയെല്ലാം ഞാൻ വെറുതെ തിന്നും. ഇനി ഇവിടെ നാരങ്ങയില്ല ചെയ്യാൻ വേണ്ടിട്ട്, അതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് എന്ത് ചെയ്യാൻ. ഓക്കെ, കിട്ടിയതിന് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതങ്ങ് കുടിക്കാം. അപ്പൊ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ആകെ ഇത്രേ കിട്ടിയ. കഴിച്ചിട്ടുണ്ടാവും അമ്മ. അര ഗ്ലാസ് പോലില്ല അമ്മ. ഇപ്പൊ നമ്മള് വൈകിട്ട് നമ്മൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് സിട്രസ് നാരങ്ങേന്റെ ജ്യൂസ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളെ വൈകിട്ടത്തെ നമ്മളെ ടീ ടൈമിൽ നമ്മൾ കുടിക്കുന്നത് സിട്രസ് നാരങ്ങേന്റെ ജ്യൂസും ടീക്ക് പകരം ജ്യൂസും, പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചെറിയ പഴമുണ്ട്, അതുമാണ്. നമുക്ക് കുടിക്കാം. ആ ഫ്രഷ് ജ്യൂസിന്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ. പഞ്ചസാര അരിഞ്ഞിട്ടില്ല. പഴം, നമുക്ക് പഴം തിന്നാം. അപ്പൊ പഴം കൂടി തിന്നിട്ട് നമുക്ക് ടീ ടൈം അവസാനിപ്പിക്കാം. തരൂ. ഞാൻ വേറൊരു ഐഡിയ ആയിരുന്നു എൻ്റെ മനസ്സിൽ ടീ ടൈമിന്. പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ മൂലം, എന്നുവെച്ചാൽ കറണ്ട് ഇല്ലാത്ത കാരണം നമുക്കൊന്നും വർക്കൗട്ട് ആക്കാൻ കഴിയുന്നില്ല. രാത്രിയത്തെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കറണ്ട് വരുമായിരിക്കും വിചാരിക്കുന്നില്ല. എങ്കിൽ പിന്നെ രാത്രിയത്തെ വീഡിയോ പിന്നെപ്പം എടുക്കേണ്ടി വരും. എന്തൊരവസ്ഥ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണം എടുത്ത് വന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് വീഡിയോ എടുക്കുന്നത്. അപ്പം രാത്രി കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാം. ഹലോ, അപ്പോൾ രാത്രിയായി, കറണ്ട് വന്നു സുഹൃത്തുക്കളെ. ഞാൻ വിചാരിച്ചു കറണ്ട് വരില്ല. അങ്ങനെ കറണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് രാത്രി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ സ്മൂത്തിയാണ്. ആപ്പിൾ സ്മൂത്തി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിൾ എടുക്കാം. അപ്പോൾ ആപ്പിൾ സ്മൂത്തി ഉണ്ടാക്കാനുള്ള ആപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഞാൻ മേലെ ഒരു ഓവർകോട്ട് ഒരു ഷർട്ട് ഇട്ടായിരുന്നു. ആ ഷർട്ടൊക്കെ കഴിച്ചിട്ടു. ചൂടാന്ന് പറയാൻ കഴിയില്ല, കാരണം മഴയാണല്ലോ. ഞാൻ കുറച്ച് സമയം ഉറങ്ങി എണീച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഓവർകോട്ടെല്ലാം ഇട്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഓവർകോട്ട് മാറ്റി. നമുക്ക് ആപ്പിൾ സ്മൂത്തി ഉണ്ടാക്കാം. സ്മൂത്തി അല്ലല്ലോ, ആപ്പിൾ സ്മൂത്തി. കമോൺ. അപ്പം നമുക്ക് ആപ്പിൾ മുറിച്ചിടാം. ആപ്പിൾ ഇട്ടു. ഒരാപ്പിളേ എടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് ഒരാപ്പിളേ വേണ്ടു. നമുക്ക് അതിലേക്ക് 2 ബദാമും 2 പിസ്തയും കൂടെ ഇട്ട് കൊടുക്കാം. പിസ്ത ഇടണം. പിസ്ത ഇടുവാ സ്മൂത്തിയിൽ, അത് ആപ്പിൾ സ്മൂത്തിയിൽ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇട്ടോക്കാം. ബദാമും ഞാൻ ആരെയോ ഇല്ല. അപ്പം നമുക്ക് 2 ബദാമും 2 പിസ്തയും ഇടാം. പിസ്ത സാൾട്ട് പിസ്തയാണ്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് ഫുള്ളൊരു എക്സ്പെരിമെൻ്റ് അല്ലേ, അതുകൊണ്ട്
നമ്മളിന്ന് ഫുള്ളൊരു എക്സ്പെരിമെൻ്റ് അല്ലേ, അതുകൊണ്ട് നമുക്ക് നോക്കാം രസം ഉണ്ടാവില്ല. ഇപ്പം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് അടിക്കാം. ഇട്ടോളൂ. അപ്പം നമ്മൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്തി ഒഴിച്ച് കുടിക്കാം. സ്മൂത്തി റെഡി. പിസ്ത ഇടണ്ടേനും. പിസ്തൻ്റെ ഒരു ചെറിയ കുത്തുണ്ട്. പിസ്ത വേണ്ടേനും കാരണം ഞാൻ കുടിക്കട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ ചലഞ്ച് വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുന്നു സക്സസ്ഫുള്ളി. ഇന്ന് നമ്മൾ പരീക്ഷണമായി ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയത് മാംഗോ സ്റ്റിക്കി റൈസാണ്. അത് വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ചലഞ്ച് വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.